നമസ്കാരം. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ഇപ്പോൾ അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും ഏറെക്കുറെ 1% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നത് മൂലം ഇന്നത്തെ ദിവസവും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഏഷ്യൻ മാർക്കറ്റിലുടനീളം സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം പ്രകടമാണ്. നിഫ്റ്റി 24,600 മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകാനുള്ള സൂചനയാണ് നൽകുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അയവ് വരാത്തത് മൂലം കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റ് 1.5% ഇടിഞ്ഞ് 24,500 താഴെ ക്ലോസിംഗ് നൽകിയിരുന്നു. 24,500 മാർക്കറ്റിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ 24,500 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായിരിക്കും പ്രവർത്തിക്കുക. മാർക്കറ്റിൽ വന്ന ഈ ബുള്ളിഷ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന ഫ്രഷ് ബൈയിങ് ആണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ എക്കണോമിക് ഡേറ്റയുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഇൻഡെക്സുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും നാസ്ഡാക്ക് 1.5% ഉയരുകയും ചെയ്തു. ഏഷ്യൻ മാർക്കറ്റിലും സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം പ്രകടമാണ്. കഴിഞ്ഞ 4 ദിവസത്തെ സ്റ്റീപ്പ് സെല്ലിങ്ങിന് ശേഷം സൗത്ത് കൊറിയൻ ഇൻഡെക്സ് 11% ഉയരുകയും MSI ഏഷ്യ പസഫിക് ഇൻഡെക്സ് 3% ഉയരുകയും ജപ്പാൻ്റെ ഇൻഡെക്സ് 4% ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം ചില കാര്യങ്ങളിൽ മാർക്കറ്റിന് ഇപ്പോഴും ആശങ്കയുണ്ട്. ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന വർധനവ് തന്നെയാണ്. $83 പെർ ബാരൽ എന്ന ലെവലിലേക്കാണ് ബ്രന്റ് ക്രൂഡിൻ്റെ വില ഉയരുന്നത്. രൂപയുടെ മൂല്യവും ഇടിയുകയാണെങ്കിൽ ഉടൻ തന്നെ ഇന്ത്യ വിക്സ് വർദ്ധിക്കാനും അത് മാർക്കറ്റിൽ വീണ്ടും ഒരു സെൽ ഓഫിന് പിന്നിലെ കാരണമായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം സസ്റ്റെയിൻഡ് മൂവ്മെൻറ്റിന് പകരം സ്പൈക്ക് ബേസ്ഡ് മൂവ്മെൻറ്റ് വേണം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സ്റ്റോക്ക് GE ഷിപ്പിംഗ് ആണ്. GE ഷിപ്പിംഗ് എന്ന കമ്പനി ഒരു സെക്കൻഡ് ഹാൻഡ് ബൾക്ക് കാരിയർ കൂടി വാങ്ങി അവരുടെ ഫ്ലീറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോളിക്യാബ് ഇന്ത്യ എന്ന കമ്പനിക്ക് IT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 327 കോടി രൂപ പേ ചെയ്യാൻ ഒരു നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ IT റിട്ടേണിൽ വന്ന ക്ലറിക്കൽ എററിൻ്റെ പശ്ചാത്തലത്തിലാണ് പോളിക്യാബ് എന്ന കമ്പനി 327 കോടി രൂപ പേ ചെയ്യേണ്ടത്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന കമ്പനിയുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട നിലയിൽ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കൂടാതെ ഇന്ന് BSE എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. സെൻസെക്സ് നെക്സ്റ്റ് 30 എന്ന ഇൻഡെക്സിനെ ന്യൂ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ആഡ് ചെയ്യാൻ സെബിയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചതുകൊണ്ട് സെബി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഇന്ന് IT സെക്ടറിലെ LTI മൈൻഡറി, പെർസിസ്റ്റൻറ്റ് സിസ്റ്റം തുടങ്ങിയ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ IT സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. കൂടാതെ LTI മൈൻഡറി എന്ന കമ്പനി പ്രോസസ് ഓട്ടോമേഷൻ, ജെൻ AI തുടങ്ങിയ സർവീസുകൾ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുക. സിയൻറ്റ് എന്ന കമ്പനി HALയുമായി ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ സിയൻറ്റ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. UPL എന്ന കമ്പനിയുടെ ജോയിൻറ്റ് വാല്യുവേഷൻ റിപ്പോർട്ടും ഫെയർനെസ് ഒപ്പീനിയൻ റിപ്പോർട്ടും റീസ്ട്രക്ചറിങ്ങിന് മുന്നോടിയായി കമ്പനി പുറത്തുവിടും എന്നൊരു അപ്ഡേറ്റ് പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ UPL എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കൂടാതെ ഹിന്ദുസ്ഥാൻ യൂണിലീവർ എന്ന കമ്പനി, ന്യൂട്രീഷൻ ലാബ് എന്ന കമ്പനിയുടെ എൻറ്റയർ സ്റ്റേക്കുകൾ 307 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതുകൊണ്ട് ഹിന്ദുസ്ഥാൻ യൂണിലീവർ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. രാംകെ ഇൻഫ്ര എന്ന കമ്പനിക്ക് മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് ഡെവലപ്മെൻറ്റിൽ നിന്നും 1,402 കോടി രൂപയുടെ ഒരു EPC ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാംകെ ഇൻഫ്ര എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. സൗത്ത് ഈസ്റ്റ് റെയിൽവേയിൽ നിന്നും മെഗലനിക് ക്ലൗഡ് എന്ന കമ്പനിക്ക് 6 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മെഗലനിക് ക്ലൗഡ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.